അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രൗഢഗംഭീരമായ സദസ്സ് എല്ലാ അർത്ഥത്തിലും ഖബൂലുള്ള സദസ്സായി സ്വീകരിക്കട്ടെ. ഷൈഖുനാ സുൽത്താനുൽ ഉലമയുടെ ഗുരുപരമ്പരയിലെ ഓരോ കണ്ണികളുടെയും പൊരുത്തം അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ. ഉസ്താദിന്റെ പ്രധാന ഗുരുവര്യരാണ് ഉസ്താദുൽ അസാതീദ് ഓക്കെ ഉസ്താദ്. അവരുടെ ഷെയ്ഖ് സദഖത്തുല്ലാഹി ഉസ്താദ്, അവരുടേത് ഷംസുൽ ഉലമ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ, അവരുടേത് ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി, അവരുടേത് വളപ്പിൽ അബ്ദുൽ അസീസ് മുസ്ലിയാർ, അവരുടേത് അലി ഹസൻ മഖ്ദൂം, അവരുടേത് വലിയ ബാവ മുസ്ലിയാർ എന്ന പേരിൽ അറിയപ്പെടുന്ന അഹമ്മദ് മഖ്ദൂം, അവരുടേത് അഹമ്മദ് മഖ്ദൂം രണ്ടാമൻ, അവരുടേത് മമ്മിക്കുട്ടി ഖാലി പൊന്നാനി, അവരുടേത് അലി ഹസൻ മഖ്ദൂം, അഹമ്മദ് മഖ്ദൂം, ഖാജ മഖ്ദൂം, നൂറുദ്ദീൻ മഖ്ദൂം, അബ്ദുൽ അസീസ് മഖ്ദൂം, അബ്ദുർ റഹ്മാൻ മഖ്ദൂം, ഉസ്മാൻ മഖ്ദൂം, അബ്ദുർ റഹ്മാൻ മഖ്ദൂം, ചെറിയ സൈനുദ്ദീൻ മഖ്ദൂം, ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻ, സക്കരിയ അൽ അൻസ്വാരി, ജലാലുദ്ദീൻ അൽ മഹല്ലി, അബ്ദുർ റഹീം അൽ ഇറാഖി, അലാഉദ്ദീൻ അലി ഇബ്നു ഇബ്രാഹിം, യഹ്യ ഇബ്നു ഷറഫ് നവവി, അൽ ഇമാം ഇർബലി സല്ലാർ, മുഹമ്മദുൽ ഖസ്വീനി, അബ്ദുൽ ഗഫാർ അൽ ഖസ്വീനി, അബുൽ ഖാസിം റാഫിഈ, വാലിദുഹു റാഫിഈ, അൽ ഇമാം നൈസാബൂരി, ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹമീദ് അൽ ഗസാലി, ഇമാമുൽ ഹറമൈനി അബൂ മുഹമ്മദ് അൽ ജുബൈനി, അബൂബക്കർ ഖഫാൽ മർവസി, അബൂ സയ്യിദ് മർവസി, അഹ്മദുൽ ബഗ്ദാദി, അൽ ഇമാമുൽ അൻമാത്തി, റബീഉൽ മുറാദി, അൽ ഇമാം ഷാഫിഈ, മുസ്ലിമു സഞ്ചി, അബ്ദുൽ മലിക് ബിൻ ജുറൈജ്, അതാ ഇബ്നു അബി റബാഹ്, അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹും അജ്മഈൻ, അവരുടെ എല്ലാം ഗുരുനാഥൻ സയ്യിദുന വ സനദുന വ ഷഫീഉന വ മുസ്തഫാന വ മുർതളാന വ മുജ്തബാന വ മുഖ്തഫാന വ മുഖഫാന വ മുഖഫീന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഗുരു പരമ്പരയിലെ ഓരോ കണ്ണികളുടെയും പൊരുത്തം അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ. ഒരു സനദ് മാത്രമാണ് കേൾപ്പിച്ചത്, ഓരോന്നും കേൾപ്പിക്കാൻ കഴിയും, മനപ്പാടമാക്കിയിട്ടുണ്ട്. അവരുടെ എല്ലാം പൊരുത്തം അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ. ലൗലൽ ഇസ്നാദു ലഖാല മൻ ശഅ മാ ശഅ, ഇസ്നാദ് ഇല്ലായിരുന്നുവെങ്കിൽ തോന്നിയവർ തോന്നിയതുപോലെ സംസാരിക്കുമെന്ന അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹുവിന്റെ ഗൗരവമേറിയ വാക്ക് ഈ സദസ്സിന്റെ മുമ്പാകെ സമർപ്പിച്ച് വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രവർത്തിക്കുക. ലോകത്ത് എന്തൊക്കെയോ നടക്കുന്നുണ്ടാവും, ആളുകൾ എന്തെല്ലാമോ പറയുന്നവരുണ്ടാവും. അവരെ പറ്റി ഒന്നും ചിന്തിക്കാനേ പോകണ്ട, അവരെ പറ്റി നമ്മൾ ശ്രദ്ധിക്കുകയേ വേണ്ട. അത് ശത്രുക്കളില്ലാത്ത ഒരു മനുഷ്യനും ലോകത്തിവിടെ വന്നിട്ടില്ല. അല്ലാഹു ഖുർആനിൽ പറയുന്ന എല്ലാ നബിമാർക്കും ശത്രുക്കളുണ്ട്. കഴിഞ്ഞൊരു 70 വർഷത്തിനിടയിൽ ഉസ്താദ് നെഹ്റു മുതൽ മോഡി വരെയുള്ള ഭരണാധികാരികളെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 70 വർഷത്തിനിടയിൽ ഇന്ത്യയിൽ പല രാഷ്ട്രീയ മാറ്റങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ മാറ്റങ്ങളെ ഉസ്താദ് എങ്ങനെയാണ് കാണുന്നത്? അതിപ്പോൾ ഇവിടെ ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്താകെ മാറ്റങ്ങളുണ്ട്. അതിൻ്റെ ഭാഗം എന്നല്ലാതെ അത് പറയാനില്ല. ഇന്ത്യ രാജ്യത്ത് മാത്രമല്ല, എല്ലാ അറബ് രാഷ്ട്രങ്ങളിലും മറ്റ് യൂറോപ്യൻ നാടുകളിലും എല്ലാ സ്ഥലത്തും വലിയ മാറ്റങ്ങൾ അടുത്ത കാലത്തായി ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഇന്ത്യ രാജ്യത്തും മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഏത് മാറ്റമുണ്ടായാലും ഇന്ത്യയുടെ ഒരു അടിസ്ഥാന തത്വമുണ്ട്. ആ തത്വം വിടാൻ ആർക്കും സാധിക്കുകയില്ല. നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന ഒരു അവസ്ഥ, അത് വിടാൻ ഒരു ഇന്ത്യക്കാരനും ഒരാൾക്കും കഴിയില്ല. പ്രധാനമന്ത്രിക്കും കഴിയില്ല, മറ്റൊരാൾക്കും കഴിയില്ല. ഉസ്താദ് മതകാര്യങ്ങളിൽ വളരെ കാർക്കശ്യത്തോടുകൂടെ സംസാരിക്കുന്ന ഒരാളാണ്. എന്നാൽ പൊതുപ്രശ്നങ്ങൾ വരുന്ന സമയങ്ങളിൽ ഉസ്താദ് എൻ്റെ ഭാഷ വളരെ മിതത്വം, ഒരു മധ്യമ നിലപാടൊക്കെ ഉള്ളതാണ്. പ്രകോപനപരമായ ഒരു പ്രസ്താവന ആ അർത്ഥത്തിൽ ഉസ്താദിൻ്റെ അടുത്ത് ഇതുവരെ കണ്ടിട്ടില്ല. അതെന്തുകൊണ്ടാണ് ഈ മതകാര്യങ്ങളിൽ കാണിക്കുന്ന ആ കാർക്കശ്യം പൊതുകാര്യങ്ങളിൽ നിലപാട് പറയുമ്പോൾ? മതകാര്യങ്ങളിൽ കർക്കശം വേണമല്ലോ, അത് മാറ്റം ചെയ്യപ്പെടാൻ പാടില്ല. മതം എന്നത് അള്ളാഹുവിൻ്റെ മതമാണ്. അത് മാറ്റം ചെയ്യാനും തിരുത്താനും ആർക്കും അധികാരമില്ലാത്തതുകൊണ്ട് അതിൽ കർക്കശമായ ഒരവസ്ഥ വേണം. അതേ സമയത്ത് മറ്റുള്ള കാര്യങ്ങൾ രാജ്യത്ത് കുഴപ്പമുണ്ടാവാതെ എല്ലാ മതക്കാരും യോജിച്ചുകൊണ്ട്
മുന്നോട്ട് പോകാൻ എന്താണ് മാർഗം എന്ന് ചിന്തിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ സംസാരവും പ്രവർത്തനവും ഉണ്ടാവേണ്ടത്. ഇപ്പോൾ പൗരത്വ ബില്ലുമായി ബന്ധപ്പെട്ട് നടന്ന സമരങ്ങളിൽ വളരെ സജീവമായി ഉസ്താദ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സമരമുഖത്ത് ആദ്യമായിട്ടാണ് ആളുകൾ ഉസ്താദിനെ കാണുന്നത്. ആ സമരത്തിൻ്റെ ഒരു നേതൃത്വ നിരയിലേക്ക് തന്നെ ഉസ്താദ് വളരെ പെട്ടെന്ന് തന്നെ വരികയും ചെയ്തു. അതുണ്ടായിട്ടില്ല, നേതൃത്വ രംഗത്തൊന്നും ഞാൻ ഉണ്ടായിട്ടില്ല. എങ്കിലും ഇന്ത്യ രാജ്യത്തിൻ്റെ മഹത്തായ ഒരു തത്വം നിലനിർത്തുന്നതിന് വേണ്ടി സംസാരിക്കുക എന്നത് ഇന്ത്യക്കാരൻ്റെ കർത്തവ്യമാണ്. ആ നിലക്കാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത്. അത് തികച്ചും വിജയകരമായിട്ടുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. വലിയ ആളുകൾ വലിയ തോതിൽ ഇപ്പം പങ്കുവെക്കുന്ന ഒരു ആശങ്ക, ഇന്ത്യ ഉടനെ ഒരു ഹിന്ദു രാജ്യമായി മാറും, മുസ്ലിങ്ങളെ പ്രത്യേകിച്ചും പൗരത്വം നഷ്ടപ്പെടും. അങ്ങനെ ഒരാളും ഭയപ്പെടേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. പൗരത്വം നഷ്ടപ്പെടുകയോ ഇന്ത്യ രാജ്യത്ത് നിന്ന് ആളുകൾ മറ്റു നാടുകളിലേക്ക് പോകേണ്ടി വരികയോ ചെയ്യുന്ന ഒരവസ്ഥ ഇവിടെ ഉണ്ടാവില്ല. അത് ആരും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ഒരു ഭാവിയുമായി ബന്ധപ്പെട്ട് ഉസ്താദിൻ്റെ ഈ 70 വർഷത്തെ പൊതുപ്രവർത്തനത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് ഉള്ളൊരു കാഴ്ച എന്താണ് പറയാനുള്ളത്? അത് ലോകാവതാരം വരുമ്പോൾ എല്ലാ കാര്യങ്ങൾക്കും മാറ്റമുണ്ടാകുമെന്നും മോശമായ അന്തരീക്ഷങ്ങൾ വരുമെന്നും പ്രവാചക പ്രഭു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിവിടെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നല്ലാതെ ഇവിടെ ഒന്ന് തുടച്ചു മാറ്റിക്കളയാനോ ഇല്ലായ്മ ചെയ്യാനോ ആർക്കും ഒരിക്കലും സാധ്യമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ കാരണം ഒരു കാലത്ത് ഞാനുണ്ടെങ്കിൽ മറ്റൊരു കാലത്ത് വേറെ ആളുണ്ടാവും. അങ്ങനെ പ്രവർത്തിക്കുന്നവർ ഇവിടെ ഏത് കാലം ഉണ്ടാവും. അവർ ദീനിന് വേണ്ടി പ്രവർത്തിക്കും, രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കും. 3200 പള്ളിയുണ്ട് സുൽത്താനുലുൽമക്ക്, 11,000 സക്കാഫിമാരും. ചെറിയൊരു ആഫിയത്ത് കുറഞ്ഞിട്ട് കിടക്കുമ്പോൾ 4444 നാര്യസ്വരാത്തല്ല ഹത്തുമോദി തീർക്കാനുള്ള ഒരു വെള്ളപ്പട്ടാളം ഉണ്ടാക്കീന് ആ പുരുഷായു. പാടിടുവാൻ പുകളേറും കനി സ്നേഹനിധി എന്നും അറിവിൻധ്വനി. 3200 പള്ളിയുണ്ട് സുൽത്താനുലുൽമക്ക്, 11,000 സക്കാഫിമാരും. ചെറിയൊരു ആഫിയത്ത് കുറഞ്ഞിട്ട് കിടക്കുമ്പോൾ 4444 നാര്യസ്വരാത്തല്ല ഹത്തുമോദി തീർക്കാനുള്ള ഒരു വെള്ളപ്പട്ടാളം ഉണ്ടാക്കീന് ആ പുരുഷായു. പാടിടുവാൻ പുകളേറും കനി